എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ ഒരു ജീവിതവും അതേപോലെ തന്നെ നമ്മളൊരു മിലിറ്ററിക്കാരൻ്റെ ഒരു സോൾജിയറിൻ്റെ വൈഫായാലും നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഉള്ളത് എന്നൊക്കെ അറിയാൻ ഒത്തിരി പേർക്ക് ആഗ്രഹം ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം ഒരു 10:30 ആയിട്ടുണ്ട്. 10:30 ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര തണുപ്പാണ്. നമ്മുടെ അസ്ഥിൻ്റെ ഉള്ളിലേക്കൊക്കെ തുളച്ച് കയറുന്ന പോലത്തെ ഒരു തണുപ്പ്. വെയിലുണ്ട്, പക്ഷേങ്കിൽ വെയിലിന് ഒരു ചൂടില്ല, വെയിലിന് ഒരു ഭയങ്കര ഒരു തണുപ്പ് തന്നെ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ലേറ്റായിരുന്നു, കുറച്ച് എണീക്കാൻ വേണ്ടിയിട്ട് 8 ജനറൽ ഷിഫ്റ്റ് ആയിരുന്നേ. അപ്പം കുറച്ച് ലേറ്റായിട്ടുണ്ടായിരുന്നു എണീക്കാൻ. അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് കൊണ്ടുവയ്ക്കുമ്പോഴേക്കും അവരെടുത്തിട്ട് പോയെന്ന് തോന്നണം, ഒന്നും വേസ്റ്റ് കൊണ്ടുപോയിട്ടില്ല. ഇനിയിപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് താഴെ പോകണം. അപ്പം രാവിലെ ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ടെറസിലേക്കൊക്കെ വന്ന് അങ്ങനെയൊക്കെ നോക്കി. ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ വരലില്ല, ഇന്ന് ഞാൻ അബദ്ധത്തിൽ വന്നു പോയതാട്ടോ. ഇവിടെ എപ്പോഴും മൈനയുണ്ടാവും. എനിക്ക് ഈ ഒരു മൈനേനെ കാണുന്ന ദിവസമൊക്കെ ഭയങ്കര സങ്കടം. എന്താണെന്നറിയില്ല, അതിലൊന്നും ചിലർക്ക് അതിലൊന്നും വിശ്വാസം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ കണ്ട് നമ്മളെ മനസ്സിനൊരു കാര്യം പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയല്ലേ വരുള്ളൂ. പിന്നെ ഇപ്പുറം കുറച്ച് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മഞ്ഞ് കാലം, വിൻ്റർ സീസൺ ആയാലല്ലേ ചെടിയൊക്കെ നല്ലോണം വളരെ പൂക്കളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. പിന്നെ ഇവിടെ കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഉണ്ട്. ഈ ഒരു വെണ്ടയ്ക്ക ഉണ്ടായ സമയത്ത് നല്ലതായിരുന്നു, പക്ഷേ കുറേ കുരങ്ങന്മാർ വന്നിട്ട് ഒക്കെ പറിച്ച് തിന്നാൽ അതിനുശേഷം ഇതുപോലെ ഉണ്ടാകുന്നൊന്നും അങ്ങനെ എടുക്കലില്ല. പിന്നെ തുളസിയൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ളവർ അവർ ഇവിടെ തുളസിക്കൊക്കെ എന്തൊക്കെയൊക്കെയോ പൂജയും കാര്യങ്ങളൊക്കെ നടത്തും. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് നമ്മളിവിടുത്തെ ഒരു ലൈഫ്, ഇവിടുത്തെ ഈ ഒരു സോൾജർ ഒരു ഇതെന്ന് പറയുമ്പം ഭാര്യയ്ക്കും കുട്ടി ഫാമിലിക്ക് ഭയങ്കര സുഖമാണ്. കാരണം നമുക്ക് ഹോസ്പിറ്റൽ ഫെസിലിറ്റി ആയാലും കുട്ടികൾക്ക് വിദ്യാഭ്യാസം ആയാലും ഒക്കെ ഉണ്ട്. നമ്മളിപ്പോൾ നാട്ടിൽ നമുക്ക് എന്തെങ്കിലും അസുഖമായാലും നമ്മൾ നാട്ടിൽ കാണിച്ചാലും ആ ഒരു ബില്ല് നമ്മളിവിടെ കൊണ്ട് കൊടുത്താലും നമുക്ക് പൈസ കിട്ടും. പക്ഷേങ്കിൽ ഇവരുടെ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ നല്ല കഷ്ടപ്പാടാണ്. പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലി, മിലിറ്ററിക്കാരെ നല്ല സുഖം, ഭയങ്കര ലൈഫ് ഫുള്ള് സെറ്റിൽ സേഫ് അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേങ്കിൽ അവരുടെ ഡ്യൂട്ടി നമുക്ക് നേരിട്ട് കാണുമ്പോൾ നമുക്കേ മനസ്സിലാവും. ഒരു മനുഷ്യന് ശരിയായ രീതിയിൽ ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കാരണം ഈ ഒരു ഷിഫ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുമ്പം ചില ടൈമിൽ രാവിലെ 4 മണിക്ക് എണീറ്റ് പോകാനുണ്ടാവും. അപ്പോൾ അത്രയും ദിവസത്തെ ഉറക്കം ഉണ്ടാവില്ല. പിന്നെ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഫാമിലിയൊക്കെ ഉള്ളവരാണെങ്കിൽ, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും ശരിയായൊരു ഉറക്കമൊന്നും കിട്ടത്തില്ല. ഉറക്കിൻ്റെ കാര്യമൊക്കെ ഒരാൾക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇല്ലാത്ത അവസ്ഥ നമുക്ക് ചിന്തിക്കാനേ പറ്റത്തില്ല. പിന്നെ എന്താ പറയുക, ഫുൾ ടെൻഷൻ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് അവർക്ക്. ഇവരെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ്. കാരണം എൻ്റെ ഭർത്താവും മിലിറ്ററിയാണ്, എൻ്റെ ബ്രദറും മിലിറ്ററിയാണ്. അവനിപ്പോൾ കാശ്മീരിലാണ്. അവിടുത്തെ തണുപ്പ് എല്ലാവർക്കും അറിയാമല്ലോ. ഭയങ്കര കഷ്ടപ്പാട് ഇങ്ങനെ. പക്ഷേ എങ്കിൽ എന്താ, ഗവൺമെൻറ് ജോലിയാണ്, നമുക്ക് നമ്മളെ ലൈഫ് സേഫാണ്, അതിലൊരു ഇതുമില്ല. ഇനി ഇത് അമൃതം പൊടിയാണ് കേട്ടോ. നാട്ടിൽ നിന്ന് ഇന്നലെ അമ്മ കൊടുത്തു വിട്ടതാണ്, എൻ്റെ അമ്മയല്ല ഏട്ടൻ്റെ അമ്മ. അപ്പോൾ ഈ ഒരു അമൃതം പൊടീൻ്റെ ഞാൻ ഇവൾക്ക് ഇപ്പോൾ 2.5 വയസ്സായി. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം തൊട്ടിട്ട് സ്കൂളിൽ ചേർക്കണം. അതിന് ഇവിടുന്ന് 3 വയസ്സ് തൊട്ടിട്ട് നമുക്ക് ഇവിടുന്ന് പൈസ കിട്ടും കേട്ടോ, കുട്ടികളെ വിദ്യാഭ്യാസത്തിനുള്ള. അപ്പം അടുത്ത കൊല്ലം തൊട്ട് ചേർക്കണം. ഞാനിപ്പം ഈ ഒരു ടൈമിലൊക്കെ അവൾക്ക് അമൃതം പൊടി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അമ്മയെങ്കിൽ ഇത് തീരുന്നതിനനുസരിച്ച് അയച്ചും തരും. ഇപ്പോൾ ഈ അമൃതം പൊടീനെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അമൃതം പൊടി ഈ ഒരു ഓഗസ്റ്റ് മാസത്തേനായിരുന്നു ഇവൾക്കിത് ഞാൻ കൊടുത്ത് രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഇവൾ ഭയങ്കരമായിട്ട് പനിക്കുന്നു. പനിയെന്ന് പറഞ്ഞാൽ എന്നാൽ ഇവൾ എണീറ്റിട്ട് നമ്മളെയൊക്കെ കാണുമ്പോൾ പേടിയാവുക. അത്രയും വിറയലും പനി. ആശുപത്രി കൊണ്ടുപോയി വെക്കുമ്പോൾ ഫുഡ് പോയ്സൺ ആയത്, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പൂപ്പലോ അങ്ങനെ ഉണ്ടോയെന്ന് അറിയാം. അതിന് ശേഷം എനിക്ക് അമൃതം പൊടി കൊടുക്കാൻ പേടിയാണ്. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഡേറ്റ് നോക്കി അയച്ചു തരാം. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. ഞാൻ ഈ ഒരു അമൃതം പൊടി നല്ലതാണ് കേട്ടോ കുട്ടിക്ക് കൊടുക്കുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ നമുക്ക് ഇവിടുത്തെ ഭക്ഷണമൊന്നും ചിലർക്ക് കുട്ടികൾക്കൊന്നും ഇവിടുന്ന് എന്താ കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ എന്തൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കുക. ഞാനിവർക്ക് അമൃതം പൊടി, മുത്താറി അങ്ങനത്തെ ഒക്കെയാണ് കൊടുക്കൽ. അപ്പം എനിക്ക് അതിനനുസരിച്ച് അമ്മ ഇങ്ങനെ തീരുന്നതിനനുസരിച്ച് അയച്ചു തരും. നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ അയക്കാനും നല്ല പൈസ കേട്ടോ. ഈ ഒരു 3 പേക്ക് അമൃതം പൊടിയും ഒരു കുഞ്ഞു ഡബ്ബയിൽ അച്ചാറും. എനിക്ക് അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് അച്ചാർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ ഓണത്തിന് ഒരു കുപ്പായം വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ അതിൻ്റെ കൂടെ വെച്ച് എല്ലാം കൂടെ 450 റുപ്യയ്ക്ക് ഇങ്ങോട്ടേക്ക് അയക്കുമ്പോൾ സാധനത്തിനെക്കാട്ടും പൈസ ഇങ്ങോട്ടേക്ക് അയച്ചു തരാനാണ്. ഞാൻ പറയും അയച്ചു തരണ്ട, ഞാനിങ്ങനെ ആരെങ്കിലും വരുമ്പോൾ ഒക്കെ ഇങ്ങനത്തെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തു വിടുമെന്ന് പറയും. അങ്ങനെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും അച്ഛനും ഇങ്ങനെ ഞാൻ കാച്ചിയ വെളിച്ചെണ്ണ തലയിൽ തേക്കില്ല. അപ്പോൾ അങ്ങനെ അമ്മ ഇങ്ങനെ കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ അയച്ചു തരും. ഇവിടുന്ന് അമ്മ അമൃതം പൊടി, അച്ചാർ, അങ്ങനെ കുരുമുളക്. ഏട്ടൻ്റെ വീട് കണ്ണൂർ, അപ്പോൾ നല്ലോണം കുരുമുളകൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ അമ്മയിടയ്ക്ക് കുരുമുളകൊക്കെ അങ്ങനെ അയച്ചു തരും. അങ്ങനെ അപ്പം ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പം ഇപ്പം ജനറൽ ഡ്യൂട്ടിയാണ്. ഇപ്പോൾ ഡ്യൂട്ടിക്ക് പോയാൽ ഇപ്പോൾ രാത്രി ഒരു 7 മണിയാവും വീട്ടിലെത്താൻ. 7 മണിക്ക് വന്നാൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും, കുളിച്ച്
അതെന്തൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ രാത്രി നമ്മളെ കൂടെ നിൽക്കാൻ ഒരു ഇത്തിരി സമയം അവർക്കില്ല. കൂടെ നിൽക്കാൻ സത്യം പറയാച്ച സമയമില്ല. പിന്നെ നമുക്കിതിൻ്റെ ഈ ഒരു സംഭവത്തിന് പുറത്തേക്ക് അധികം അങ്ങനെ പോകാനും പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ഇതെന്ന് പറയുന്നത്. പണ്ട് തൊട്ടേ ഉള്ള എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ അനിയനും മിലിറ്ററി കിട്ടിയ സമയത്ത് തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു മിലിറ്ററിക്കാരനെ കല്യാണം കഴിക്കണം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഭയങ്കരമായിട്ടൊരു സാധനം നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ അനിയനത് കിട്ടിയപ്പോൾ തൊട്ടിട്ട് കേട്ടോ എനിക്കൊരു മിലിറ്ററിക്കാരനെ കല്യാണം കഴിക്കണം. അങ്ങനെയാണ്. നമ്മളിപ്പം കുറേ സിനിമ കാണുമ്പോൾ ഓരോരുത്തർക്ക് തോന്നൂലേ മിലിറ്ററിക്ക്. ഇപ്പോൾ ഒരു അമരൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ട് അത് കണ്ട് ഒത്തിരി പെൺകുട്ടികൾക്ക് തോന്നിയിട്ടുണ്ടാവും ഇങ്ങനത്തെ ഒരു മിലിറ്ററിക്കാരനെ കല്യാണം. അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളൊരാഗ്രഹമാണ് കേട്ടോ. പിന്നെ ആ അമ്പലത്തിൽ പോയാലും പിന്നെ നമ്മൾ മനസ്സിൽ എനിക്ക് അത് വേണം അതിൽ നിന്ന് വിട്ടൊരു കളിയില്ലാതെ നമുക്കത് നേടാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അങ്ങനെയൊക്കെ കിട്ടിയതാണിത് ഈ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പ്രത്യേകിച്ചെന്ന് പറയാനും പിന്നെ നമ്മളെ നാട് വിട്ട് നിൽക്കണം, അതിൻ്റെ ഒരു ഇതുണ്ട്. അങ്ങനെയൊക്കെ. പിന്നെ ഇത് ഇയാൾ കഴിഞ്ഞ ദിവസമില്ലേ ഇവിടുത്തെ ഒരു ടിബറ്റൻ മാർക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ മറ്റേ നമ്മുടെ ഡ്രസ്സിനൊക്കെ ഒത്തിരി വില കുറവാണ് കേട്ടോ. 100 രൂപ 200 രൂപയ്ക്കൊക്കെ നല്ല ഡ്രസ്സ് കിട്ടും. അങ്ങനെ ഇവിടെ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയതിനെ കൊണ്ട് സ്വെറ്ററൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ്. പക്ഷേങ്കിൽ ടിബറ്റൻ മാർക്കറ്റ് ആയതുകൊണ്ട് ഒത്തിരി വില കൂടുതലുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് അതിരോടിയൊക്കെ നടന്ന് ഒരു പാവ് ബജിയൊക്കെ തിന്നിട്ട് തിരിച്ചു പോകുന്നത്. ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടിട്ട് ലൈക്ക് ചെയ്യണേ.